നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ബ്ലൂ ആണ്, മെയിൻ ആയിട്ട് ഇൻഡിഗോ ബ്ലൂ ആണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് മാച്ചിങ് കൊടുത്തേക്കുന്ന ഐറ്റം. ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന ഐറ്റം തന്നെയാണ്. മെറ്റീരിയൽ മാറും, പ്രിന്റുകളും മാറും. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആട്ടോ. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ഒരു സെമി മൊഡാൽ ഫീലാണ് വരുന്നത്. ശരിക്കും കോട്ടൺ തന്നെ, റയോൺ കോട്ടൻ്റെ ഫാബ്രിക്കാണ്. റയോൺ കോട്ടണിലും പല പല രീതിയിൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇത് ഇച്ചിരി കോട്ടൺ ഫീൽ, അതിൻ്റെ അകത്തൊരു പേഴ്സൻറ്റേജ് എത്രയാണോ കോട്ടൺ ആഡ് ചെയ്യുന്നത് അതനുസരിച്ച് വേരിയേഷൻ വരും. അപ്പോൾ ഇതിനകത്ത് കൂടുതലും കോട്ടൻ്റെ ത്രെഡ് തന്നെ യൂസ് ചെയ്തേക്കുന്നത്. ഒരു 30-40 ഒക്കെ കാണുള്ളൂ റയോൺ മിക്സ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫീല് ഡിഫറൻ്റ് ആട്ടോ. ഓരോന്നിനും വേറെ വേറെ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കോട്ടൻ്റെ റേഷ്യോ അനുസരിച്ചിരിക്കും. മെറ്റീരിയൽ സെയിം തന്നെയാണെന്ന് പറഞ്ഞാലും ടച്ച് ചെയ്യുമ്പോൾ വ്യത്യാസം കാണും. അപ്പോൾ ഇത് കോട്ടൺ റയോൺ തന്നെ, പക്ഷേ കുറച്ച് കോട്ടൺ കൂടുതൽ, മിക്സ് കൂടുതലും കോട്ടൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ദുപ്പട്ട. പിന്നെ ഇൻഡിഗോ ബ്ലൂ ആയതുകൊണ്ട് സെപ്പറേറ്റ് വാഷ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ മോഡലൊക്കെ വാഷ് ചെയ്ത് തന്നെയാണ് വരുന്നത്. എന്നാലും നമ്മളൊരു എല്ലാം എനിക്ക് പോയി വാഷ് ചെയ്ത് നോക്കിയിട്ട് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ ബ്ലൂവോ കോട്ടൺ പോലത്തെ മെറ്റീരിയൽസോ കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പെട്ടെന്ന് ഓടിക്കൊണ്ടേ എടുത്ത് വെള്ളത്തിലിടല്ലേ, സൈഡ് വശം ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് നോക്കുക. എന്തേലും കളറിൻ്റെ ഇതുപോലെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ കളർ ഗാർഡ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ കിട്ടും. അതിലൊന്ന് ഒരു അരമണിക്കൂർ മുക്കി വെച്ചിട്ട് അതിൻ്റെ അത് എങ്ങനെയാണെന്ന് എഴുതിയിട്ട് കാണുമ്പോൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടത് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മുക്കി വെച്ച് അതിന് ശേഷം നോർമൽ വാഷ് ചെയ്താൽ മതി. ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്താൽ മതി കേട്ടോ. കളർ ഗാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട്, ഇപ്പം നമുക്ക് ഈ ഒരു ടൈപ്പ് ഐറ്റത്തിനൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പിന്നീട് വരത്തില്ല. നമ്മൾ കളർ ഗാർഡ് നല്ല കമ്പനി ഐറ്റം തന്നെ നോക്കി മേടിച്ചാൽ മതി. നോർമലി നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്ക് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. കൂടുതലും റയോൺ കോട്ടൺ ആണെന്ന് പറയുന്നത് കോട്ടൺ പോലെ തന്നെയാണ് കേട്ടോ. ദുപ്പട്ടയും പ്യുവർ കോട്ടൺ ആണ്. ബോട്ടം അതിൻ്റെ അകത്ത് ബാട്ടിക്കിൻ്റെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്പർ വരുന്നത് AJ 328, റേറ്റ് 960 ഉള്ളൂ, 960. നെക്സ്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ബ്ലൂ തന്നെയാണ് മെയിൻ ഷെയ്ഡ്. അതിൻ്റെ കൂടെ കോമ്പിനേഷൻ മാത്രം വേറെ ആയിട്ട് കൊടുത്തേക്കുന്നു. നല്ല കളർ കോമ്പിനേഷൻസ് ആട്ടോ. ഇത് ഗ്രീൻ്റെ കോമ്പിനേഷനാണ്. ബോട്ടം കോട്ടൺ തന്നെയാട്ടോ. കോട്ടനകത്ത് ബാട്ടിക്കിൻ്റെ പ്രിൻറ്റ്. നമ്പർ വരുന്നത് AJ 329, റേറ്റ് 960, 960. ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു നല്ല പിങ്ക് മജന്ത എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാൾ കുറച്ച് ലൈറ്റ് ഷെയ്ഡ്, പക്ഷെ നല്ല രസം കിട്ടും ഈ ബ്ലൂവിൻ്റെ കൂടെ കാണാനായിട്ട്. നമുക്ക് നോർമലി ഈ ബ്ലൂവിൻ്റെ കൂടെ കോട്ടണിൽ അങ്ങനെ വരാത്തൊരു കോമ്പിനേഷൻ. ബോട്ടം സെയിം, എല്ലാം കോട്ടൺ ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ നമ്പർ AJ 330, റേറ്റ് 960 ഉള്ളൂ, 960.